നല്ല പേടിയുണ്ട്. എൻ്റെ കാര്യമല്ല കേട്ടോ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു രാജേട്ടൻ്റെ കാര്യം പറഞ്ഞത്. രാജേട്ടൻ എന്നും ഭയങ്കര പേടിയാ. രാത്രി എന്നോ പകലെന്നോ ഒരു വ്യത്യാസമില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ വീട് മുഴുവൻ ലൈറ്റ് ഇട്ട് വെക്കും, ഒരു ഉത്സവ പറമ്പ് മാതിരി. അത് മാത്രമല്ല, നമ്മളൊക്കെ ഒരു 50-ൻ്റെയോ 100-ൻ്റെയോ വോൾട്ട് ബൾബ് ഉണ്ടെങ്കിൽ പുറത്ത് വന്ന് മെല്ലെ അന്തസ്സായിട്ട് ചന്ദ്രനൊക്കെ നോക്കി ആകാശത്ത് നോക്കി ഒന്നൊക്കെ സാധിക്കും, നല്ല അന്തസ്സായിട്ട് പോകും. പക്ഷെ പുള്ളി അങ്ങനെയല്ല. ഇത്രയും ലൈറ്റ് ഉള്ളപ്പോഴും വലിയ ബ്രൈറ്റ് ലൈറ്റിൻ്റെ ടോർച്ചായിട്ട് മെല്ലെ ബാതിലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ മുറ്റത്തേക്ക് ഒരു വടിവാള് വീശുന്നിട്ട് ഓടി വന്ന് ഈ ടോർച്ച് എടുത്ത് കത്തിച്ച് പിടിച്ച് പറന്ന് പോയി കളിയും. ഈ സമയത്താണ് ബേപ്പൂർ തുറമുഖത്തൊക്കെ കപ്പലടുപ്പിക്കുന്നത്. ഇവനന്ന് മൂത്രയിക്കൽ നിർത്തി അതോടുകൂടി കപ്പലൊക്കെ കടലിൽ കിടന്ന് തൊലഞ്ഞു പോവുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലത്തൊക്കെ ചില സമയത്ത് ഈ ലൈറ്റ് ഹൗസ് ഒന്ന് ലൈറ്റ് കിട്ടിക്കൊള്ളണം നിർബന്ധമില്ലല്ലോ. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഈ ക്ലോക്കിൻ്റെ ഒക്കെ ഈ സൗണ്ടൊക്കെ ഭയങ്കര പേടിയാ. അതിന് ബാറ്ററി അയച്ചു വെച്ച് കളിയാ. ഈ പിന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിൽ മുഴുവൻ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് ചില ലൈറ്റൊക്കെ ഈ ജനൽപ്പാളിൻ്റെ ഉള്ളിൽ കൂടിയും ബാതിലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വരുന്നതിന് ചാക്ക് നനച്ചിട്ട് അത് മറച്ചേളിയ. നട്ടപ്പാതിരക്കാൻ കോഴി കൂവിയിട്ട് അബദ്ധമായി പോകുന്നതിന് ബേബി കോളിൻ്റെ അകത്ത് അലുവ മുക്കിയിട്ട് കോഴിക്ക് കൊടുക്കുക. ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ആയിട്ടാണ് മൂപ്പരും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഉത്സവം, ആന, ചെണ്ട ഇതൊക്കെ മൂപ്പർക്ക് പ്രശ്നമാണ്. അങ്ങനെ ഒരു ദിവസം നാട്ടിൽ വലിയ ഉത്സവം നടക്കുക. ശിങ്കാരിമേള ഉണ്ട്, ആന ഉണ്ട്, അങ്ങനെ പെണ്ണുങ്ങളും തായമ്പക ഘോഷയാത്രയിൽ മുഴുവൻ ആൾക്കാരും ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ മൂപ്പർക്ക് ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ചെണ്ടേൻ്റെ അടി പേടിച്ചിട്ട് ഇങ്ങനെ ചെവിയും കൈയും ഇട്ടിട്ടാണ് ഉത്സവപ്പറമ്പിലേക്ക് പോയത്. ചെന്ന് നോക്കുമ്പോൾ ജംഗ്ഷനിൽ ഗംഭീര സ്വീകരണ പൗരാവലിൻ്റെ. ഇയാൾക്കാന്ന് വെച്ചാൽ ഈ അടുത്ത് നിന്ന് കാണാനുള്ള പേടിയുണ്ട് കുറച്ച് ദൂരത്തായിട്ട് ഒരു പറമ്പിൽ മാറി നിന്ന് ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഈ ആസ്വദിക്കുന്നതിനിടക്കാന്ന് ഇവൻ നിന്ന പറമ്പ് അങ്ങ് പൊട്ടിയൂട്ട് വെടിക്കെട്ട് കാലിൻ്റെ അടിയിന്നും കൈൻ്റെ അടിയിന്നും ബേക്കിന്നും മുന്നിന്നൊക്കെ കൂടെ ഈ ഈ സ്വീകരണ ടീം കുറച്ച് ദൂരെ ഫിറ്റ് ചെയ്തതാണ് ഈ വെടിക്കെട്ട്. കാരണം ജനങ്ങൾക്കൊക്കെ എന്തോ പരിക്ക് പറ്റണ്ട, ചീനടക്ക് പോയിട്ട് ഇവൻ നിന്നത് ആകെ അബദ്ധമായിപ്പോയി. മാത്രമല്ല ഇതോടുകൂടി ഇവന് പ്രാന്തനുള്ളത് കുറച്ചൊന്ന് മാറി ഒരു ഉണർവ് കിട്ടി വെടിക്കെട്ടിനുള്ള പട്ടോട് കൂടി. പിന്നെയാണ് ഇവന് മനസ്സിലായത് ഞാനൊരു നല്ല അച്ഛൻ്റെ മോനാണ്, എൻ്റെ കൂടപ്പറപ്പുകളൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, അമ്മ ടീച്ചറാണ്, മറ്റുള്ളവർ മാഷുണ്ട്, KSEBയിലും KSFയിലൊക്കെ ജോലിക്കാരാണ്. ഞാൻ ഇന്നും ഒരു തൊഴിലും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുക, എനിക്കും വേണം നല്ലൊരു തൊഴിൽ. അങ്ങനെ ഇവൻ സ്വയം തൊഴിലിന് വേണ്ടി ഇറങ്ങി പേരാമ്പ്ര ടൗണിൽ ഒരു പഴയ ഉന്തുവണ്ടി സംഘടിപ്പിച്ച് പഴയ നമ്മുടെ ഈ സ്റ്റൗ, മണ്ണെണ്ണ സ്റ്റൗ, കടല വറക്കുന്ന ഒരു ചട്ടി ഇതൊക്കെ ആയിട്ട് ഇറങ്ങി. അപ്പോൾ ഇവനെ കണ്ടാലും ചോദിച്ച്, അല്ലടോ ഈ മാധവൻ മാഷ മോൻ കടല വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? തൊഴിലിന് അങ്ങനെ മോശമൊന്നുമില്ല, ഇന്നേ പണിയെടുക്കാൻ തോന്നുന്നു, എന്ത് പണിയും ആർക്കും കൊടുക്കാം. മൂപ്പര് അറിയുന്ന എക്സ്പീരിയൻസ് വെച്ച് ഈ സ്റ്റൗ നല്ലോണം പ്രഷർ ചെയ്ത് അടിച്ച് ഇതിൻ്റെ അകത്തുള്ള മണ്ണെണ്ണൊക്കെ കൂടെ പുറത്തേക്ക് ഒഴുകി തീപ്പെട്ടി കത്തിക്കുന്ന നേരത്ത് ഒന്നിച്ച് തീപിടിച്ച് ഇതുമായിട്ടോ ഓട്ടോറിക്ഷ 10-40 ബസ്സൊക്കെ നിർത്തിയിട്ട പേരാമ്പ്ര സ്റ്റാൻഡിൽ നിന്ന് അവൻ്റെ കളി. ഓട്ടോറിക്ഷക്കാരനോ എടുത്തോണ്ട് പോരാടുന്നു, തൊട്ടാകെ പൊട്ടിത്തെറിച്ചു പോകുന്നു. ഇവൻ ഇതുമെടുത്ത് ഓടുന്നതിൻ്റെ ഇടക്ക് മൊത്തം തീപിടിച്ചപ്പോൾ എടുത്തൊരു ഏറ് കൊടുത്ത് സ്റ്റാൻഡിൻ്റെ നടുക്ക് നിന്ന് പൊട്ടി. ആരോ പറഞ്ഞ് ബാബു രാജനത ബോംബിട്ടിക്ക് പേരാമ്പ്ര സ്റ്റാൻഡിൽ. പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി കൊയിലാണ്ടി ജയിലിൽ, സബ് ജയിലിൽ 3 വർഷം തടവ്. ജയിലിൽ എന്തൊക്കെയോ പണിയൊക്കെ ചെയ്തതിനിടക്ക് എന്തൊക്കെയോ കുറച്ച് പൈസയൊക്കെ കിട്ടിക്കുന്നു. ഇതൊക്കെ ആയിട്ട് കൊയിലാണ്ടിയിൽ നിന്ന് നേരെ ഇറങ്ങി കടപ്പുറത്തേക്കാണ് പോയത്. കടപ്പുറത്ത് ചെന്ന് ഒരു ചെറിയ ബക്കറ്റൊക്കെ വാങ്ങി കുറച്ച് മീനൊക്കെ വാങ്ങി അവിടുന്ന് നാട്ടിലേക്കുള്ള ഒരു ബസ്സിന് കയറി. മീൻ കച്ചവടം തന്നെ ഇനി അടുത്ത ജോലി. അങ്ങനെ മീൻ കച്ചവടത്തിന് വേണ്ടി പോകാൻ നേരത്ത് ബസ് 2 സ്റ്റോപ്പ് വിട്ട് ബസ്സിൻ്റെ ബേക്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഭയങ്കര നിലവിളി. പെണ്ണുങ്ങളെ സീറ്റിൻ്റെ അടുത്ത് കണ്ടക്ടർ തുള്ളി ഓടി, ക്ലീനർ ഡോർ തുറന്ന് ഓടി. ഇതെന്താ സംഭവം എന്നറിയാണ്ട് ഡ്രൈവർ തിരിഞ്ഞു നോക്കി ഒരു പോസ്റ്റിന് ചെന്ന് ബസ് ഇടിച്ച് കുറേ ആൾക്കാർക്ക് പരിക്ക്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് രാജൻ്റെ പേരിൽ കേസ്, വീണ്ടും ജയിലിലേക്ക്. ഇതും കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് രാജൻ ഒരു കാര്യം മനസ്സിലായത്, ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ സിനിമ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടിക്ക് ഇറങ്ങണമെന്ന്. അങ്ങനെ CD വിൽപ്പനക്ക് വേണ്ടി വീണ്ടും തട്ടകമായ പേരാമ്പ്രയിലെത്തി. കുറേ CD ഒക്കെ വാങ്ങി പേരാമ്പ്ര സ്റ്റാൻഡിൽ ഇങ്ങനെ ഇട്ട് ഉച്ചവരെ പൊരുവേലത്ത് നിന്നല്ലാണ്ട് ആരും വന്നില്ല. അവസാനം വേർപ്പൊക്കെ തുടച്ച് ആകെ ഉണ്ടായിരുന്ന 10 റുപ്യ കൊണ്ട് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി
കട്ടൻ ചായയും കുടിച്ച് പെട്ടിക്കടേൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോണ്ട് ഒരു പോലീസുകാരൻ CD വിൽക്കുന്ന ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. രാജൻ തിരിഞ്ഞു മറിഞ്ഞു നോക്കിയില്ല, അപ്പം തന്നെ കയറി കൊയിലാണ്ടിക്കുള്ള ബസ്സിൽ. ആ പോലീസുകാരെ വടക്കം വീര കഥ പടത്തിന്റെ CD തപ്പി വന്നതാ. അതൊന്നും ഇവിടെ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ രാജൻ നേരെ കോയമ്പത്തൂർ ചെന്ന് വെച്ച് പിടിച്ചു നോക്കുമ്പോൾ ആടെ കോഴി വസന്ത പൊട്ടിപ്പുറപ്പെട്ട സമയ. തമിഴ്നാട് മൊത്തം കോഴി വസന്ത. രാജൻ തോന്നി ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ ഒരു നീല കളറുള്ള മരുന്ന് ഇവൻ കണ്ടുപിടിച്ച്. അങ്ങനെ ഈ മരുന്നിങ്ങനെ കണ്ടുപിടിച്ച് ഇതിങ്ങനെ വിറ്റ്. പക്ഷേ കോഴി വസന്ത ഗംഭീരമായിട്ട് ഉണ്ടായിട്ടെങ്കിലും മരുന്നിൻ്റെ വിൽപ്പന വിചാരിച്ച പോലെ പോയില്ല. രാജൻ നിരാശനായില്ല. രാജൻ പിറ്റേന്ന് ഇതേ മരുന്ന് വസ്ത്രത്തിൽ മുക്കുന്ന നീലായിട്ട് അങ്ങ് വിൽപ്പന തുടങ്ങി. ഗംഭീര കച്ചവടം. ഇപ്പം കോയമ്പത്തൂർ, ഡിണ്ടിഗല്, അതുപോലെ തന്നെ കൊല്ലം, കോട്ടയത്തൊക്കെ കുറേ ബ്രാഞ്ചും ഉണ്ട്. 1500 പണിക്കാരും ഉണ്ട്. രാജൻ ബമ്പം സെറ്റപ്പില്ല. ബിസിനസ് തഴച്ചു പോകുന്നുണ്ട്. ഇവളൊക്കെ പലരും ഇടുന്ന ഷർട്ടിന് ഇപ്പം മുക്കിയേക്കുന്ന ആ വസന്ത നീലം രാജൻ്റെതാണ്. താങ്ക് യു.